നമസ്കാരം. ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് പ്രതിഷേധിച്ച പ്രവാസികളെ നാടുകടത്തി. 127 ബംഗ്ലാദേശി തൊഴിലാളികളെയാണ് കുവൈത്തിൽ നിന്ന് നാടുകടത്തിയത്. ഇവർക്ക് 5 മാസമായി ശമ്പളം ലഭിച്ചിരുന്നില്ലെന്നാണ് വിവരം. ഇക്കൂട്ടത്തിൽ ഇന്ത്യൻ നേപ്പാൾ പ്രവാസികളെയും അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. 50 ഇന്ത്യൻ 30 നേപ്പാൾ പ്രവാസികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ നാടുകടത്തിയോ എന്നത് വ്യക്തമല്ല. ജൂലൈ 30-നാണ് സംഭവം. റിപ്പോർട്ട് പ്രകാരം തൊഴിലുടമയ്ക്കെതിരെ ഔദ്യോഗിക പരാതി നൽകാൻ ഫിൻഡാസ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തൊഴിലാളികൾ ഒത്തുകൂടിയപ്പോൾ കുവൈത്ത് അധികൃതർ ജൂലൈ 30-ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് നാടുകടത്തുകയായിരുന്നു എന്നാണ് വിവരം. കുവൈത്തിലെ ബംഗ്ലാദേശ് എംബസി ഈ വിഷയത്തിൽ ഇടപെട്ടതായും പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടായില്ല എന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിൽ പ്രവാസികൾ ബഹുജന പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് നിയമപരമായി കർശനമായി നിരോധിച്ചിട്ടുണ്ട്. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടായാൽ ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ എംബസികളിൽ അറിയിക്കുകയോ തൊഴിൽ തർക്കങ്ങളുടെ സാഹചര്യത്തിൽ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിൽ പരാതി സമർപ്പിക്കുകയോ ചെയ്യണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. 2024 നവംബറിലും ഇതേ കമ്പനി മാസങ്ങളോളം വേതനം നൽകാതിരുന്നതിനെ തുടർന്ന് തൊഴിലാളികൾ പരാതിയുമായി ബംഗ്ലാദേശ് എംബസിയെ സമീപിച്ചിരുന്നു. ആ സമയത്ത് എംബസി പ്രശ്നത്തിൽ ഇടപെട്ട് വേതന കുടിശ്ശിക ഉൾപ്പെടെ വാങ്ങി നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ വേതന വിഷയത്തിൽ ഇടപെട്ട് എംബസി പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തൊഴിലാളികൾ പെട്ടെന്ന് സമരം നടത്തിയത്.